ചെയ്യുമ്പോൾ എനിക്ക് എന്തോരം എനർജി ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഇന്നോരം എനർജി ഇല്ല. ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷേ എനിക്കിന്ന് വർക്കിംഗ് ആണ്. ഇന്ന് എൻ്റെ സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ്. അപ്പം ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയാണ്. ഭയങ്കര സൗണ്ട്. ഞാനിപ്പം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഭയങ്കര വെയിൽ. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഇല്ലേ നല്ല ചൂടായിട്ടുണ്ട്. തണുപ്പൊക്കെ പോയി. ചൂട്. ഓക്കെ, ഇന്നത്തെ ബസ്സിൻ്റെ ടൈം എനിക്കറിയത്തില്ല. ഞാൻ യൂഷ്വലി സാറ്റർഡേ ഓഫ് ആയതുകൊണ്ടും പിന്നെ ഞാൻ യൂഷ്വലി പോകുന്ന ബസ്സിൽ പോകാറില്ല. ഇന്നിപ്പോൾ ഞാൻ ആ ബസ്സിൽ അവരുടെ കൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. ആ ബസ്സിൻ്റെ ടൈമാണെങ്കിൽ എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പോയിട്ട് നോക്കാം ബസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. 8:15 അല്ലെങ്കിൽ 8:20 ഇപ്പോൾ ഓൾമോസ്റ്റ് 8:15 ആയി. ഞാൻ ബസ്സിൻ്റെ ആളെ വിളിച്ച് നോക്കി. അപ്പം ബസ് എന്തായാലും ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് വീട്ടിൽ എത്തിയതിന് ശേഷം ഒറ്റ ഉറക്കം. പിന്നെ ഞാൻ എണീക്കുന്നത് 11:30 അങ്ങാണ്ടായപ്പോഴത്തേക്ക് എനിക്ക് വിശക്കുന്നു. അങ്ങനെ ഞാൻ എണീറ്റിട്ട് രാത്രി പോയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു സാറ്റർഡേ കാണിച്ചു തരാം എല്ലാവർക്കും. പിന്നെ എന്തായിരുന്നു എനിക്ക് പറയാനുള്ളത്, മുന്നേ ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയൊരു തണുത്ത കാറ്റായിരുന്നു അടിക്കുന്നത്. ഇപ്പം അടിക്കുന്ന കാറ്റ് ചൂടെടുക്കുന്നു, വിയർക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതൽ സമയം പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഹ്യൂമിഡിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഓഫീസിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം. ലാസ്റ്റ് ഇങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണവും ടയർഡ്നെസ്സും ഒക്കെ തോന്നിയിട്ട് ഞാൻ പോയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം നോർമലാണ്. എനിക്കറിയില്ല, സ്റ്റിൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ടേ മേടിച്ചില്ല എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആരോടെങ്കിലും ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യും. വേണ്ടതിൻ്റെ ആവശ്യമില്ല, വെറുതെ വേസ്റ്റ് ഓഫ് മണിയാന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കും തോന്നുന്നു അത് ശരിയാണല്ലോ. കാരണം ഞാനിങ്ങനെ പല സാധനങ്ങളും മേടിച്ചിട്ട് ഉപയോഗിക്കാതെ അടച്ചു വെച്ചേക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി, അതായത് ഒരു 1 വീക്ക് ബിഫോർ ഞാൻ ഡിസൈഡ് ചെയ്തു എന്തായാലും മേടിക്കാം. അങ്ങനെ ഞാൻ ഐപാഡ് മേടിച്ചു. അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്ത് കുറച്ച് നേരം അതിനകത്തൊക്കെ പണിയെടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. ഹലോ, അപ്പം ഇന്ന് വീക്കെൻഡ് ആണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ടാബിനൊരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുക. സ്റ്റിക്കർ അല്ലേ, സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ. അപ്പം ഞാനിപ്പോൾ കരാമയ്ക്ക് പോകുവാണ്. ഇന്നെൻ്റെ സാറ്റർഡേ ഈവനിങ് ആണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു പൂച്ചിരിക്കണം. ഫുഡ് കഴിക്കണം. പിന്നെ ഇതിന് സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ എവിടെയെങ്കിലും പോകണം. കട ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇതിന് 9 മണി. ഇതൊക്കെയാണ് പരിപാടി. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ശനിയാഴ്ച. ഇന്ന് എനിക്ക് വർക്കിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളു. പിന്നെന്താ, പിന്നെ നാളെ ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അൽസി BBQ ഫിഷ് എന്ന് പറഞ്ഞിട്ട് കരാമയിലുള്ളൊരു ഷോപ്പിലായിരുന്നു പോയത്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ട് ഞാൻ അഡോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫിഷ് ഇഷ്ടമുള്ളവർ എൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും എന്നോട് ചിക്കനാണോ ഫിഷാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ഫിഷ് എന്ന് പറയും. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് ഫ്രൈ ഒക്കെ ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫിഷാണ്. ഫിഷ്, പ്രോൺസ്, സ്ക്വിഡ് ഇങ്ങനത്തെ സാധനങ്ങളോടാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം, മോർ ദാൻ ചിക്കൻ, ബീഫ് ഒക്കെ. പക്ഷെ മട്ടൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ നേരെ ചെന്നിട്ട് ഒരു സൂപ്പ് ഓർഡർ ചെയ്തു. കാരണം എനിക്ക് നല്ല ചൂടായിട്ട് അതിൽ കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫിഷിൻ്റെ സൂപ്പായിരുന്നു. പക്ഷേ യൂഷ്വലി ഫിഷിൻ്റെ നല്ല സീ ഫുഡിൻ്റെ ഒരു സൂപ്പായിരുന്നു. പക്ഷേ യൂഷ്വലി ഇങ്ങനത്തെ സൂപ്പാണെങ്കിൽ അങ്ങനെ എല്ലായിടവും വർക്കൗട്ട് ആവാറില്ല. ഞാൻ 2 സ്ഥലത്തു നിന്നാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത്. ഒന്നിവിടെ, ഇതിന് മുന്നേ ഞാൻ ഒരു ഷാർജയിൽ. 2 എനിക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സീ ഫുഡിൻ്റെ സൂപ്പ് അത്ര വർക്കൗട്ട് ആവത്തില്ല, കാരണം കുറച്ച് സ്മെല്ലി ആയിരിക്കും, അപ്പോൾ ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും ഒന്ന്. പക്ഷേ ഇത് അത്ര സ്മെല്ലി അല്ലായിരുന്നു. അപ്പം കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. നല്ല സൂപ്പായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമേ അതൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് വെജീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം തിന്ന്. ഇപ്പം ആർക്കെങ്കിലും ഫിഷ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം എനിക്ക് പ്രൈസ് അഫോർഡബിളായിട്ടാണ് തോന്നിയത്. അതേപോലെ തന്നെ സർവീസ് നല്ല സൂപ്പർ സർവീസായിരുന്നു. ഞാൻ ചെന്നപ്പോൾ മേ ബി റഷ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല സർവീസായിരുന്നു കിട്ടിയത്.
പിന്നെ ഞാനൊരു സുലൈമാനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. അതിനുശേഷം പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. എനിക്കറിയില്ല, നീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പം ഫിഷ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പോയി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് കരാമയിലുള്ള. അങ്ങനെ ഞാൻ ആ സുലൈമാനിയൊക്കെ കുടിച്ച് അതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്ക്വിഡ്, ഒരു മറ്റേ നമ്മുടെ KFC പോലൊക്കെ ഫ്രൈ ചെയ്തിട്ടൊരു സ്ക്വിഡിൻ്റെ സാധനം കിട്ടുമല്ലോ. ഞാനാണെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫിഷ് മാർക്കറ്റിലെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് സ്ക്വിഡ് മേടിച്ച് അവിടെ തന്നെ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഷോപ്പിൽ കൊടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ മസാലയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അത് കഴിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആ ഒരു ഐറ്റം മെനുവിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ടറായിട്ട് അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നല്ല രസമാണ് കഴിക്കാൻ. ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസം. ഒരു സ്നാക്സ് പോലെ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അത് വന്ന് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അങ്ങനെയാണ് ഞാൻ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്കിവിടെ തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുറേ കൈൻഡ് ഓഫ് മസാലയുണ്ട്. ഗ്രീന്, പെപ്പർ, ചില്ലി ആൻഡ് റെഡ് മസാല, അങ്ങനെ കുറേ മസാലയുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം ഞാനൊരു ഏത് ഫിഷോ സിബ്രീം എന്തോ ആയിരുന്നു ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 2 മസാല ഇവിടെ മിക്സാക്കി തരാൻ പറഞ്ഞു. ആൾ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് 2 കൂടി മിക്സാക്കി തരട്ടേന്ന്. അപ്പം നമുക്ക് 2 മസാലയും ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അവരെനിക്ക് 2 മസാലയും മിക്സാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറേ സോസേജ്, ചട്നി, അങ്ങനത്തെ കുറേ സൈഡ് സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്വിഡ് ഫ്രൈ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയണം. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ച്. പക്ഷേ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന് പെർ kg 100 എങ്ങാണ്ടാണ് വരുന്നത്. ഞാൻ കുറച്ചെന്തോ മേടിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ റൈസ് ആണെങ്കിലും അവനെനിക്ക് 2 റൈസ് മിക്സ് ആക്കി തന്നു, മന്തി റൈസും പിന്നെ എനിക്കൊന്ന് കപ്സയാന്ന് തോന്നുന്നു. ഇതൊരു 10 ദിർഹം ഉള്ളായിരുന്നു റൈസിന്. പിന്നെ ഫിഷിന് ആസ് പെർ ദ സൈസ് അനുസരിച്ചിട്ടാണ് ഫിഷിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ ഓർഡർ ചെയ്ത ഫിഷ് ഇതായിരുന്നു, സീബ്രീം ആയിരുന്നു. അത് നല്ല ബാർബിക്ക് നല്ല ഗ്രില്ല് ചെയ്ത് അവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. 2 മസാല ഉണ്ട് കണ്ടോ, ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. 2ഉം സൂപ്പറായിരുന്നു. എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഗ്രീനാണോ റെഡാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ല. 2ഉം എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ അടിച്ചകത്തൊക്കെ കയറ്റി പിന്നെ അതിനുശേഷം വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, കാരണം ഈ വിശന്നിട്ട് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ പ്രാന്തായിട്ട് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫുൾ കഴിച്ചു. പിന്നെ ഇതിന് ശേഷം എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനം മേടിക്കണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എല്ലാ പ്ലാനും ഞാൻ ക്യാൻസലാക്കി തിരിച്ച് വീട്ടിൽ പോയിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, മൊബൈൽ പറഞ്ഞു എനിക്കൊന്ന് കടയിൽ പോകണമായിരുന്നു. ഇനിയിപ്പോൾ സമയം ഉണ്ടോയെന്ന് അറിയത്തില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കടയിലും പോയില്ല, എവിടെയും പോയില്ല, ഒന്നും ചെയ്തില്ല. എന്തിനായിരുന്നു ഞാൻ പോയത്? ടാബിന് സ്റ്റിക്കർ ഒട്ടിക്കുക. അത് ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം പിന്നെ ഈ നെസ്റ്റോയിൽ കയറിയിട്ട് വിഷു അല്ലേ, നെക്സ്റ്റ് ഡേ സൺഡേ അല്ല മൺഡേ വിഷുവാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് സാധനം മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. തിരിച്ച് വീട്ടിലെത്തി വന്ന് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നേരെ പോയി കിടന്നു. സ്ക്രീൻ കാർഡ് ഒട്ടിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതും ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോയി ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു, തിരിച്ചു പോരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഞാൻ വന്ന് മുഖമൊക്കെ കഴുകി നല്ല ക്ഷീണം, കിടക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സാധനം മേടിക്കാനുള്ള മൂഡ് പോയി, കാരണം ഭയങ്കര ക്ഷീണമായി. ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് ഉറങ്ങിയാൽ മതി കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അത്രയും കഴിച്ചിട്ടാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും സാധനമൊന്നും മേടിച്ചിട്ടില്ല, നേരെ വീട്ടിൽ പോരുന്നു. വീട്ടിൽ വന്നിപ്പം മുഖമെല്ലാം കഴുകി കുറച്ച് അടുക്കി പറക്കാനുണ്ടായിരുന്നു. അടുക്കി പറക്കാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കിയതേ ഉള്ളൂ. ഇനി നാളെ സൺഡേ അല്ലേ, നാളെ ഫുൾ പരിപാടി നാളെ ചെയ്യണം. ഇന്നിപ്പോൾ അവിടെ ഇവിടെ എല്ലാം വെച്ചു, എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ബൈ, സി യു. അപ്പോൾ ഞാൻ ഓർത്തത്, ഞാൻ ഒരു വ്ളോഗ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങും, പക്ഷെ കറക്റ്റായിട്ട് എൻഡ് ചെയ്തില്ല, കറക്റ്റായിട്ട് എടുക്കത്തില്ല. എല്ലാ വ്ളോഗും ഞാൻ തുടങ്ങുന്നുണ്ട്, ആ വ്ളോഗൊക്കെ ഞാൻ ഇതിനകത്ത് കുത്തിക്കയറ്റി കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഇവിടെ നല്ല വെയിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് ഗ്ലാസ് വെച്ചതാ. 23 8:24 ബസ് വരുന്നത്. പിന്നെ എൻ്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ മാസം നാട്ടിൽ പോകും 20th. അപ്പം അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെ ഇടാം. എനിക്കൊന്നും ഞാൻ നാട്ടിൽ നിന്നൊക്കെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. നാട്ടിൽ പോയിട്ട് കുറേ നാളായി. ലാസ്റ്റ് ടൈം പോയത് ഞാൻ കൈ ഒടിഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. വീട്ടിൽ പോയി ഇരുന്ന് അവിടെ നിന്ന് വർക്ക് ഫ്രം ഹോം ചെയ്തു, തിരിച്ചു പോയത്. എൻ്റെ ബസ് വന്നു, അവിടെ കിടക്കുന്നുണ്ട്, ഓടട്ടെ. അപ്പം ഞാൻ ബാക്കി പിന്നെ അപ്ഡേറ്റ് ചെയ്യാം.
ഹലോ, അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ എനിക്ക് പുറത്ത് പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് എംബസിയിൽ വരെ പോകണം. ഈദ് ഹോളിഡേ കഴിഞ്ഞ് എംബസി ഓപ്പൺ ചെയ്തുകൊണ്ട് എംബസിയിൽ ഭയങ്കര റഷാണ്. അപ്പോൾ ഞാനൊന്ന് എംബസിയിൽ വരെ പോയിട്ട് വരാം. നല്ല വെയിലുണ്ട്.